നാളത്തെ ദേശീയ പണിമുടക്കിൽ കെഎസ്ആർടിസി യൂണിയനുകൾ പങ്കെടുക്കില്ലെന്ന ഗതാഗത മന്ത്രിയുടെ വാദം തള്ളി തൊഴിലാളി സംഘടനകൾ. സിഐടിയു, എഐടിയുസി യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കും. പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ച സിഎംഡിക്ക് നോട്ടീസ് നൽകി. ബിഎംഎസ് മാത്രമാണ് പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ആദ്യം മന്ത്രിയുടെ പ്രതികരണം കേൾക്കാം. അല്ല, ബസ്സുകൾ അങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊഴിലാളികളാരും ഞങ്ങൾക്ക് കെഎസ്ആർടിസി തൊഴിലാളികളാരും സമരത്തിന് നോട്ടീസ് തന്നിട്ടില്ല. കെഎസ്ആർടിസി ജീവനക്കാരെ സമര നോട്ടീസൊന്നുമില്ല. അല്ല, അവർ സന്തുഷ്ടരാണ്. കെഎസ്ആർടിസി ജീവനക്കാരെ സംബന്ധിച്ച് അവർ സന്തുഷ്ടരാണ്. കാരണം ഇതൊരു പൊതുഗതാഗതമാണ്. ഒരു സമരം അവരൊഴിവാക്കും, തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കെഎസ്ആർടിസിക്കുള്ളത്. ആഷൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം. ആഷൻ ഡിയേഗോ, നോട്ടീസ് നൽകുന്നത് മന്ത്രി പ്രതികരണം നടത്തിയതിനു ശേഷമാണോ? ഇപ്പോൾ തൊഴിലാളി യൂണിയനുകൾ പറയുന്നത് എങ്ങനെയാണ്? ബിഎംഎസ് ഒഴികെ എല്ലാവരും നാളെ സമരത്തിലാണോ? സുജയ, തീർച്ചയായും നാളെ കെഎസ്ആർടിസി തൊഴിലാളി യൂണിയനുകൾ സമരത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഗതാഗത മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ സിഐടിയു, INTUC അടക്കമുള്ള സംഘടനകൾ കെഎസ്ആർടിസി സിഎംഡിക്ക് ഈ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ 10 തൊഴിലാളി സംഘടനകളാണ് നാളെ രാജ്യവ്യാപക പ്രതിഷേധമായി ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഈ പണിമുടക്കിൽ കെഎസ്ആർടിസിയിലെ ജീവനക്കാർ പങ്കെടുക്കില്ല എന്നുള്ളതായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും കെഎസ്ആർടിസിയിൽ ഇപ്പോൾ ശമ്പളം അടക്കമുള്ളവ കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. മറ്റ് ആനുകൂല്യങ്ങൾ കെഎസ്ആർടിസി ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഇൻഷുറൻസ് അടക്കമുള്ളവ ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നിലവിലിപ്പോൾ ഇത്തരത്തിൽ ഒരു പണിമുടക്കിൽ പങ്കെടുക്കേണ്ട സാഹചര്യം കെഎസ്ആർടിസിയിൽ ഇല്ല എന്നുള്ളതായിരുന്നു ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. പക്ഷേ ഈ പ്രതികരണം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ CITU, INTUC, AIYUC അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ എന്തായാലും CMDക്ക് കത്ത് നൽകിയിട്ടുള്ളത്. BMS മാത്രമാണ് നിലവിൽ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് അല്ലെങ്കിൽ നാളത്തെ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളത്തെ പണിമുടക്കിൽ KSRTCയുടെ ജീവനക്കാർ പങ്കെടുക്കും എന്നുള്ളത് ഇപ്പോൾ CMD തന്നെ അറിയിച്ചിരിക്കുന്നു. ഗതാഗത മന്ത്രിയുടെ വാക്കുകളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ നാളത്തെ സമരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സുജിയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ആഷൻ ഡിയേഗോ ആണ്. നാളെ സമരത്തിനിറങ്ങുമെന്ന് സംഘടനകൾ വ്യക്തമാക്കുകയാണ്. KSRTCയിലെ ജീവനക്കാർ സന്തുഷ്ടരാണ്, അതുകൊണ്ട് അവർ സമരത്തിനുണ്ടാകില്ല എന്ന മന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അവരുടെ പ്രതികരണം വന്നത്.